പുരോഗതിക്ക് കാരണം ജനങ്ങൾ LDFന് നൽകിയ തുടർ ഭരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലും LDFന് തുടർ ഭരണം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോർപ്പറേഷനിലെ 101 സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ച് പുത്തിരിക്കണ്ടം മൈതാനിയിൽ നടത്തിയ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യാവസായിക മേഖലകളിലെ വളർച്ച എന്നിവയെല്ലാം പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടു. ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം 2021 ജനങ്ങൾ LDFന് നൽകിയ തുടർഭരണമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന നില അടക്കം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് പ്രധാന കാരണം 2021 ജനങ്ങൾ LDFന് തുടർഭരണം സമ്മാനിച്ചു എന്നതാണ്. വീട്ടമ്മമാരുടെ അധ്വാനത്തിന് മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കി പ്രകടന പത്രികയിൽ അവർക്കായി പദ്ധതി കൊണ്ടുവന്നത് LDF സർക്കാരെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടും. സംസ്ഥാനത്ത് മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന്റെ കേളികൊട്ടായി ആ വിജയം മാറുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. വികസിതവും അർദ്ധവികസിതവുമായ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ ഒപ്പമല്ല, ആ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതം ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകാനാവുന്ന ഒരു നവകേരളം ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കേരളം ആഗ്രഹിക്കുന്നു. ആ കേരളത്തിലേക്കുള്ള യാത്രയിൽ ഒരു നാഴികക്കല്ലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ്. ഈ പോരാട്ടത്തിൽ വൻ വിജയം നേടാൻ നമുക്ക് സാധിച്ചാൽ ഒരു സംശയവും വേണ്ട, അടുത്ത വർഷം ആദ്യപാദത്തിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ 3ാം ടേമിലേക്ക് കടക്കാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ കേളിക്കൊട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലുള്ള വിജയം. കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന 101 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ കൺവെൻഷനിൽ പരിചയപ്പെടുത്തി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.